മറന്നുവെച്ച പാഠം. ഒരിക്കൽ നഗരത്തിലെ തിരക്കുള്ള ഒരു ഹോട്ടലിൽ റമദാൻ മാസത്തിൽ ഇഫ്താർ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന അഹമ്മദ് എന്ന യുവാവ് വളരെ വേഗത്തിൽ വിഭവങ്ങൾ മേശപ്പുറത്ത് നിരത്തുകയായിരുന്നു. അമിതമായ തിരക്ക് കാരണം അഹമ്മദ് അബദ്ധത്തിൽ ഒരു വലിയ പാത്രം സൂപ്പ് പണക്കാരനായ ഒരു കച്ചവടക്കാരന്റെ വിലപിടിപ്പുള്ള വസ്ത്രത്തിലേക്ക് മറിച്ചിട്ടു. എല്ലാവരും ഒന്ന് ഞെട്ടി. കച്ചവടക്കാരൻ ദേഷ്യപ്പെടുമെന്നും അഹമ്മദിന് ജോലി പോകുമെന്നും എല്ലാവരും കരുതി. കച്ചവടക്കാരൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് നിന്നു. പക്ഷേ അഹമ്മദിന്റെ പേടിച്ചരണ്ട മുഖം കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ശാന്തനായി. ഒരു നിമിഷം കണ്ണടച്ച് അദ്ദേഹം ദീർഘമായി ശ്വാസമെടുത്തു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സാരമില്ല മകനേ, ഇതൊരബദ്ധമല്ലേ. റമദാനിൽ നാം വിശപ്പ് മാത്രമല്ലല്ലോ നിയന്ത്രിക്കേണ്ടത്, നമ്മുടെ ദേഷ്യത്തെയും കൂടിയാണല്ലോ. ഈ വസ്ത്രം എനിക്ക് കഴുകി വൃത്തിയാക്കാം, പക്ഷേ നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചാൽ അത് എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അദ്ദേഹം അഹമ്മദിനെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, അന്ന് രാത്രി അവന് നല്ലൊരു തുക പാരിതോഷികമായി നൽകുകയും ചെയ്തു. തന്റെ ദേഷ്യത്തെ അതിജയിച്ച ആ നിമിഷമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നോമ്പ് എന്ന് അദ്ദേഹം അവിടെയുള്ളവർക്ക് പറഞ്ഞുകൊടുത്തു.